പ്രിയ വാർത്തയിലേക്ക്. പാമ്പുകടിയേറ്റ ശേഷം ചികിത്സയ്ക്കെത്തിയപ്പോൾ മതിയായ ചികിത്സ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് ലഭിച്ചില്ലെന്ന് ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് മരിച്ച 8 വയസ്സുകാരന്റെ പിതാവ്. ഇനി ഒരു കുട്ടിക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും പിതാവ് ദിലീപ് ജനം ടിവിയോട് പറഞ്ഞു. വലിയ എന്തോ കാലിക്കരെ കടിച്ചെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളും പേടിച്ച് പറയുന്നതെന്നാണ് കരുതി. പക്ഷേ അവിടെ അതിൻ്റെ ഇടയ്ക്ക് അവന് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതിനു ശേഷം അവിടെ ഒന്നും ഒരു ഇതൊന്നും റിയാക്ഷൻ ഉണ്ടായിട്ടില്ല. ഇത്രയും ബുദ്ധിമുട്ട് കാണിച്ചിട്ടും അവർ വേണ്ട ചികിത്സ എടുക്കാൻ നോക്കിയില്ല. ആ സമയത്ത് അവരോട് ഒന്ന് റെഫർ ചെയ്ത് മെഡിക്കലേക്ക് വിടാൻ നോക്കിയതേ ഉള്ളൂ. അവർ പറഞ്ഞത് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിൽ പോസിറ്റീവ് വിഷമുള്ള ഒന്നും കടിച്ചതായിട്ട് തോന്നുന്നില്ലെന്നാണ് പറഞ്ഞത്. അതൊന്നും അതിൽ കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അവൻ ബുദ്ധിമുട്ട് കാണിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരതാ പറഞ്ഞത്. ടെസ്റ്റ് ചെയ്തതിൽ അങ്ങനെ ഒന്നും കാണിക്കുന്നില്ല എന്നാണ് പറഞ്ഞിരുന്നത്. കഫം വന്ന് തൊണ്ടയിൽ കുടുങ്ങിയെന്നാണ് പറഞ്ഞത്. വീഴ്ചയെന്ന് വെച്ചാൽ അത്രയും ബുദ്ധിമുട്ട് കാണിച്ചപ്പോൾ അതിന് ഡോക്ടർ ഒന്നും നോക്കിയിട്ട് പോലില്ല. എന്താണ് ആ ബുദ്ധിമുട്ട് കാണിക്കുന്നതെന്ന് നോക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ രാത്രി നമ്മുടെ വേണ്ട ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ്. അപ്പോൾ രാത്രി ഇതിനൊക്കെ അർജൻറ്റായിട്ടും സീരിയസ് ആയിട്ടുള്ള കേസുകൾ ചെല്ലത്തുള്ളൂ. അപ്പോൾ അതിൻ്റെതായ ഗൗരവത്തിൽ എടുക്കണം. അപ്പോൾ അവരും പറയുന്നത് പാമ്പ് കടിച്ചതായിട്ട് അവർക്കും തോന്നിയില്ല എന്നാണ് പറയുന്നത്. നമ്മളും കണ്ടില്ല. അപ്പോൾ സ്ഥിരീകരിക്കേണ്ട അവരായിരുന്നു. ആ ഒരു വീഴ്ച ഉണ്ടായില്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി ശാലിനി ശരിയാണ്. ശാലിനി, വളരെ ഗുരുതരമായ വിമർശനം, ആരോപണം തന്നെയാണ് ഈ പിതാവ് ഉന്നയിച്ചിരിക്കുന്നത്. നിയമ നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണോ കുടുംബത്തിന്റെ തീരുമാനവും? ഇന്നലെ ചിറയൻകീഴിൽ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റം മരിച്ച ആഘാതത്തിൽ നാടിതുവരെയും വിട്ടുമാറിയിട്ടില്ല. നിരവധി പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ, അതിനുശേഷം പാമ്പുകടിയേറ്റുള്ള അപകടങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുകയാണ് സംസ്ഥാന വ്യാപകമായി. ഞാനിപ്പോൾ നിൽക്കുന്നത് ചിറയൻകീഴിലെ ഇന്നലെ 8 വയസ്സുകാരൻ പാമ്പുകടിയേറ്റ് മരിച്ച ആ വീട്ടിലാണ്. ആ വീടിൻ്റെ സാഹചര്യം കണ്ടാൽ മാത്രമായിരിക്കും എത്രത്തോളം ഭയാനകമായിരുന്നു, ആ കുട്ടി എങ്ങനെയാണ് ഇവിടെ ഉറങ്ങിയത് എന്നൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഈ വീട്ടിനുള്ളിലാണ്, ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു, ആ കട്ടിലാണ് ആ കുഞ്ഞു മകൻ ഇന്നലെ കിടന്നുറങ്ങിയത്. നമുക്കറിയാം വേനലാണ്, ചൂടാണ്. അപ്പോൾ ചൂട് കാരണം ചൂട് സഹിക്കാനാകാതെ അവിടെ നിന്നും ഇറങ്ങി താഴെ ഈ പരമ്പ് വിരിച്ച് കിടക്കുകയായിരുന്നു. അതിനിടയിലാണ് മൂർഖൻ ഈ കുഞ്ഞിനെ കടിച്ചതെന്നുള്ളതാണ് കരുതപ്പെടുന്നത്. അതിനുശേഷം ഈ സംഭവം നടന്ന് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ മതിയായ ചികിത്സ ലഭ്യമായില്ല. ശേഷം പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് എത്തിക്കും വഴി ആ കുട്ടിയുടെ മരണം സംഭവിക്കുകയുമായിരുന്നു. അതായത് അതിദാരിദ്ര്യമുക്ത കേരളമായി സംസ്ഥാനം പ്രഖ്യാപിച്ചിട്ട് മാസങ്ങൾ മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പോഴും ഇവിടെയും ഇത്തരത്തിലുള്ള വീടുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ആ വീട്ടിനുള്ളിലാണ്. ഈ ഭാഗത്തായിട്ടാണ് കുഞ്ഞിന്നലെ കിടന്നത്. അതായത് ഈ പൊടി മണ്ണാണ്, ഈ പൊടി മണ്ണിനകത്താണ് ആ കുഞ്ഞിന്നലെ ഇവിടെ കിടന്നത്. അതിനിടയിൽ ഇത്തരത്തിൽ ഒരു സുരക്ഷയും ഇല്ലാത്ത, അല്ലെങ്കിൽ അടച്ചുറപ്പില്ലാത്ത ഒരു വീടാണ്. ആ വീട്ടിനുള്ളിലാണ് ആ കുഞ്ഞിനെ ഇന്നലെ മൂർഖൻ കടിച്ചതെന്നുള്ളതാണ്. കുഞ്ഞ് കിടന്ന ഈ ഭാഗമാണ്. ഇതിനുശേഷമാണ് ഈ പായും പരമ്പും ഒക്കെ ഇപ്പോൾ ഇവിടെ ഇട്ടിട്ടുള്ളത്. വെറും ഈ മണ്ണിനകത്താണ് കട്ടിലാണ് കുഞ്ഞ് കിടക്കുകയും ചെയ്തു. ഇതിൻ്റെ സൈഡിലൊക്കെ നമുക്കറിയാം ഗ്യാപ്പുകളുണ്ട്. പാമ്പിനോ എന്തെങ്കിലും ഇഴജന്തുക്കൾക്ക് കയറാനുള്ള സ്ഥലങ്ങളൊക്കെയുണ്ട്. ചിതലരിച്ച രീതിയിലുള്ള തടി കൊണ്ടുണ്ടാക്കിയ ഒരു സുരക്ഷ, അല്ലെങ്കിൽ ഒരു മറ മാത്രമാണത്. സുരക്ഷയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. ഇവിടുത്തെ വീടിന് സമീപത്തുള്ള ആളുകളൊക്കെ ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ചേട്ടാ, എന്താണ് കാരണം? ഒരു സുരക്ഷാ ഭിത്തിയില്ല, അല്ലെങ്കിൽ സുരക്ഷിതമായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല. കുഞ്ഞ് വീട്ടിനുള്ളിൽ കിടന്നുറങ്ങി. നമ്മൾ ഏറ്റവും കൂടുതൽ സുരക്ഷിത ഇടം എന്ന് പറയുന്നത് വീടാണ്. അവിടെ പോലും ഉറങ്ങാൻ കഴിയാത്ത സാഹചര്യം. ഇതൊക്കെയാണോ ഇപ്പോഴത്തെ ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ ഒരു വീടിന് വേണ്ടി ഇപ്പോൾ 2 കൊല്ലം കൊണ്ട് ഒരു പഞ്ചായത്തിൽ കൊടുത്തതാണ്. വീട് അനുവദിച്ചിട്ടുണ്ടെന്നും പറയുന്നു. അപ്പോൾ ഇവർക്ക് ഈ വസ്തു സ്വന്തമായിട്ടല്ലാത്തത് കൊണ്ട് കുറച്ച് നീണ്ടു പോയതെന്നാണ് പറയുന്നത്. ഇപ്പോൾ അവർക്ക് ഒരു മാസത്തിനകത്ത് വീട് കൊടുക്കാമെന്നൊക്കെ എല്ലാവരും പറയുന്നുണ്ട്. അത് ഈ പറച്ചിൽ മാത്രമാണ്, അത് ഇനി അത് കിട്ടുമെന്നുള്ളതൊന്നും അറിഞ്ഞുകൂടാ. അപ്പോൾ അവർക്ക് ഇനി ഒരു കുട്ടിയുണ്ട്. ആ ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി എല്ലാവരും കൂടെ ചേർന്ന് ഒരു സഹായം ചെയ്ത ഒരു വീട്, അടച്ചുറപ്പുള്ളൊരു വീട് കൊടുക്കണമെന്നാണ് ഒരു അപേക്ഷ. അപകടം നടന്നതിന് ശേഷം ചേട്ടൻ ഉൾപ്പെടെയുള്ളവരായിരിക്കുമല്ലോ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. അപ്പോൾ അവിടെ മതിയായ ചികിത്സ നൽകിയില്ലേ? ചികിത്സ അവിടെ നിന്ന് കിട്ടിയില്ല. അവർ അതിനെ ഗവനിച്ചിട്ടില്ല. പാമ്പാണ് കടിച്ചതെന്ന് പോലും അവർ ഒന്ന് നോക്കേ, ആ മുറിവ് ഒന്ന് നോക്കിയിട്ട് അത് എന്താണെന്ന് സ്ഥിരീകരിക്കുക ഒന്നും ചെയ്തിട്ടില്ല. അവർ അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാനേ പറഞ്ഞുള്ളൂ. വേണ്ടുന്ന ഒരു ചികിത്സയൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിരുന്നെങ്കിൽ കൊച്ചു രക്ഷപ്പെട്ടു പോയേനെ. നമ്മളിവിടെ എത്തിയപ്പോൾ ഈ പാമ്പിനെ കാണുന്നത്. അതിനുശേഷം പിന്നെ വന്നിട്ട് ഇവിടെ നിന്ന് ഈ കല്ല് ഇതെല്ലാം വെറുതെ അടുക്കി വെച്ചേക്കുന്ന താബൂക്കുകളാണ്. ആ താബൂക്ക് വലിച്ചങ്ങ് ഇളക്കിയപ്പോഴത്തേക്ക് അതിൻ്റെ അടിയിലിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ആ പാമ്പ് തന്നെ കടിച്ചതെന്ന് തന്നെ ഉറപ്പില്ല. എന്നാലും അത് വലിയൊരു പാമ്പായിരുന്നു, മൂർഖനായിരുന്നിരുന്ന. പതിവായിട്ട് പാമ്പിനെ കാണുന്നതാണോ? പാമ്പ് ഇവിടെ ഈ ഏരിയയിൽ നിറച്ച് പാമ്പുണ്ട്. ഇവിടെ ആൾ താമസമൊന്നുമില്ല. ഈ പരിസരങ്ങളൊക്കെ ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇവിടെ പശുവിനെയൊക്കെ കെട്ടാൻ വരുമ്പോഴത്തേക്ക് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പാമ്പുണ്ട് ഇവിടെ. പിന്നെ ചേര, ഇതൊക്കെയാണ് ഈ അടുത്ത പരിസരത്തായിട്ട് ചേരയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അങ്ങോട്ടൊക്കെ ഈ ഒഴിഞ്ഞ ഏരിയകളിൽ മൂർക്കൈ, അണലി, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. നല്ല നല്ല ഏറ്റവും വിഷമുള്ള പാമ്പുകളുണ്ട് ഇവിടെ. പിന്നെ ഇതിപ്പോൾ ഇത് അടച്ചുറപ്പില്ല. വെറുതെ താവൂക്ക് ഇങ്ങനെ പറക്കി വെച്ചേക്കണം ആ വെളിയിൽ. അതങ്ങ് മറിച്ച് കഴിഞ്ഞാൽ അങ്ങ് മറിഞ്ഞങ്ങ് പോവും. അത്ര ബുദ്ധിമുട്ടിലാണ് ഇവർ കിടക്കുന്നത്. അപ്പോൾ എങ്ങനെ
സൂചിപ്പിച്ചതുപോലെ തന്നെയാണ്. കാരണം ഒരു സുരക്ഷയില്ല, സുരക്ഷാ ഭിത്തിയില്ല, പാമ്പിനെ കയറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇവിടെയുണ്ട്. സമീപത്തൊക്കെ വയലും അത്തരത്തിലുള്ള തണുപ്പ് ഈർപ്പമൊക്കെയുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയൊക്കെ പാമ്പുകൾ ഇഷ്ടംപോലെ ഉണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികളൊക്കെ വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ ഇവിടെ എത്തി. ഇന്നലെ ഈ അപകടം നടന്നതിന് ശേഷം പരിശോധന നടത്തിയപ്പോൾ ഈ കുഞ്ഞു കിടക്കുന്നതിൻ്റെ തലയിണയുടെയൊക്കെ ആ ഭാഗത്തായിട്ടാണ് പാമ്പിനെ കിട്ടുകയും ചെയ്തത്. എന്തായാലും ആശങ്ക ഉളവാക്കുന്നതാണ്. കാരണം സുരക്ഷിത ഇടമെന്ന് നമ്മൾ പറയുന്ന വീട്ടിൽ പോലും ഇത് വീടെന്ന് പറയാൻ പോലും കഴിയില്ല. വെറും ഒരു 2 ടാർപോളിൻ അല്ലെങ്കിൽ 2 ഷീറ്റ്, തകര ഷീറ്റ് മേഞ്ഞ ഒരിടം മാത്രമാണ്. അവിടെയാണ് ഇത്തരത്തിൽ കുഞ്ഞിന് ദാരുണമായ സംഭവം ഉണ്ടായിട്ട്. എന്തായാലും ആശുപത്രി അധികൃതരുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് സംഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവർ പറയുന്നത്. മതിയായ ചികിത്സ താലൂക്ക് ആശുപത്രിയിൽ നിന്ന് നൽകിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞ് ഇന്നിപ്പോൾ നമുക്കൊപ്പം ഉണ്ടായിരുന്നു. ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.